खुद मेरी जिंदगी का यह बहुत मार्मिक क्षण है। पहली दफा स्थानीय निकायों में स्त्री की भागीदारी तय करने वाला संविधान संशोधन मेरे जीवन साथी राजीव गांधी जी ही लाए थे। उन्होंने लाए थे जो राज्यसभा में। പ്രിയപ്പെട്ടവരെ, നമ്മൾ 8 ലക്ഷം എന്ന സബ്സ്ക്രൈബർ നമ്പറിലേക്ക് എത്തുകയാണ്. എന്നെ സംബന്ധിച്ചത് വലിയ കാര്യമാണ്. കാരണം ഞാൻ രാഷ്ട്രീയം പറഞ്ഞ് കടുത്ത രാഷ്ട്രീയം പറഞ്ഞുണ്ടാക്കിയ 8 ലക്ഷം പേരാണ് ഈ വീഡിയോ കാണുന്നത്. ആ 8 ലക്ഷം പേരാണ് സബ്സ്ക്രൈബ് ചെയ്തതെന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ഈ സമയത്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ തൊട്ടൊന്ന് സ്നേഹം പ്രകടിപ്പിച്ചിട്ട് പോയാൽ സന്തോഷം. എല്ലാവർക്കും നന്ദിയും സ്നേഹവും. ഇന്ന് സോണിയാഗാന്ധി പാർലമെന്റിൽ പ്രസംഗിച്ചു വനിതാ സംവരണ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട്. സോണിയാഗാന്ധി രാഷ്ട്രീയത്തിലൊരു മാതൃകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ ഒരു തിരളിയെയും കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ ആക്ഷേപിക്കാറില്ല. അധികാര കസേരയ്ക്കായി കടിപിടി കൂടിയിട്ടില്ല. മരുമകളായി വന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലും ഭാവിയിലും ഭാഗധേയത്തിലുമൊക്കെ നിറസാന്നിധ്യമായവരാണ്. എനിക്ക് അവരെ ഇഷ്ടമാണ്. കരുത്തയായ സ്ത്രീ. സോണിയ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നാരീശക്തി വന്ദൻ ബില്ല് 2023 പിന്താങ്ങിക്കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. പുകപുരണ്ട അടുക്കളയിൽ നിന്ന് വെളിച്ചം കൊണ്ട് മിന്നുന്ന സ്റ്റേഡിയം വരെ ഇന്ത്യൻ സ്ത്രീകളുടെ യാത്ര വളരെ നീണ്ടതാണ്. പക്ഷെ അവസാനം അവൾ ലക്ഷ്യത്തിലെത്തുക ചെയ്തിരിക്കുന്നു. അവൾ ജന്മം കൊടുക്കുന്നു, കുടുംബം നോക്കുന്നു, പുരുഷന്മാരുടെ ഇടയിൽ വേഗത്തിൽ ഓടിയെത്തി, ചില സമയം അപാര ധൈര്യത്തോടെ സ്വയം തോറ്റുകൊടുത്തുകൊണ്ടും പിന്നീട് അവസാന മത്സരത്തിൽ ജയിച്ചുമൊക്കെയാണ് മുന്നേറുന്നത്. ഇന്ത്യൻ സ്ത്രീകളുടെ മനസ്സിൽ മഹാസമുദ്രം പോലെ ധൈര്യമുണ്ട്. അവരോട് ചെയ്തിട്ടുള്ള അപമാനങ്ങൾക്കൊന്നും അവർ ഒരിക്കലും പരാതി പറയുകയില്ല. സ്വന്തം ലാഭത്തിനു വേണ്ടി അവൾ ഒരിക്കലും ആലോചിക്കില്ല. അവൾ നദികളെപ്പോലെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഒഴുകുന്നത്. പ്രയാസങ്ങളുടെ സമയത്ത് ഹിമാലയം പോലെ അചഞ്ചലമായി നിൽക്കും. സ്ത്രീകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും നമുക്കാവില്ല. അവർ വിശ്രമം എന്താണെന്ന് അറിയുന്നില്ല. ക്ഷീണിക്കാൻ അവൾക്കറിയില്ല. നമ്മുടെ മഹാരാജ്യത്തിന്റെ അമ്മയാണ് സ്ത്രീ. പക്ഷേ സ്ത്രീ ജന്മം മാത്രം നൽകുന്നവളല്ല. സ്വന്തം കണ്ണീരും രക്തവും വിയർപ്പും കൊണ്ട് നട്ടുനനച്ച് നമ്മെക്കുറിച്ച് ചിന്തിക്കാൻ തക്കവണ്ണം ചിന്താശേഷിയുള്ളവരും ശക്തിശാലികളുമാക്കി നമ്മെ വളർത്തി വലുതാക്കുന്നത് അവരാണ്. സ്ത്രീകളുടെ പ്രയത്നം, അവളുടെ അന്തസ്സ്, അവളുടെ ത്യാഗം എന്നിവ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് മാനുഷികമായ പരീക്ഷകളിൽ വിജയിക്കാനാകൂ. സ്വാതന്ത്ര്യ സമരത്തിലും നവഭാരത നിർമ്മാണത്തിലും എല്ലാ രംഗത്തും സ്ത്രീകൾ പുരുഷനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടിയിട്ടുണ്ട്. അവർ പ്രതീക്ഷകളുടെയും ആകാംക്ഷകളുടെയും പ്രയാസങ്ങളുടെയും വലിയ വ്യക്തിപ്രഭാവങ്ങളുടെയും ഭാരത്താൽ അമർന്നു പോയില്ല. സരോജിനി നായിഡു, സുജേത കൃപലാനി, അരുണ ആസിഫ് അലി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, രാജകുമാരി അമൃത് കൗർ എന്നിവരോടൊപ്പം അണിനിരന്ന ലക്ഷക്കണക്കിന് വനിതകൾ മുതൽ ഇന്നത്തെ ഈ ദിവസം വരെ സ്ത്രീകൾ കഠിനങ്ങളായ ദിനങ്ങളിൽ എപ്പോഴും മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, ബാബാ സാഹേബ് അംബേദ്കർ, മൗലാന ആസാദ് എന്നിവരുടെ എല്ലാം സ്വപ്നങ്ങളെ എല്ലായ്പ്പോഴും സാക്ഷാത്കരിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ വ്യക്തിത്വം ഈ വിഷയത്തിൽ വളരെ പ്രകാശപൂരിതവും ജീവിസുറ്റതുമായ ഒരു ഉദാഹരണമാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വൈകാരികമായൊരു നിമിഷമാണ്. അധികാര കേന്ദ്രങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന വനിതാ സംവരണ ബില്ല് ആദ്യമായി കൊണ്ടുവന്നത് എന്റെ ജീവിത പങ്കാളിയായ രാജീവ് ഗാന്ധിയാണ്. അന്ന് അദ്ദേഹം അത് രാജ്യസഭയിൽ അവതരിപ്പിച്ചപ്പോൾ 7 വോട്ടുകൾക്കാണ് അത് തള്ളിക്കളഞ്ഞത്. പിന്നീട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയായ PV നരസിംഹറാവു സർക്കാരാണ് ഈ ബില്ല് ലോക്സഭയിൽ പാസാക്കിയത്. അതിന്റെ ഫലമാണിന്ന് അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്ന 12 ലക്ഷം തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ നേതാക്കൾ. അന്ന് രാജീവ് ഗാന്ധിയുടെ സ്വപ്നം പകുതി മാത്രമേ സാക്ഷാത്കരിക്കപ്പെട്ടുള്ളൂ. ഇന്ന് ഈ ബില്ല് പാസ്സാവുന്നതോടെ അദ്ദേഹത്തിന്റെ സ്വപ്നം പൂർണ്ണമായും സാക്ഷാത്കരിക്കപ്പെടും. കോൺഗ്രസ് പാർട്ടി ഈ ബില്ലിനെ പിന്തുണയ്ക്കുന്നു. ഈ ബില്ല് പാസ്സാവുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം വലിയൊരു ചിന്തയും ഞങ്ങളെ അലട്ടുന്നുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 13 കൊല്ലമായി ഇന്ത്യൻ വനിതകൾ തങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ അവരോട് വീണ്ടും കുറച്ച് വർഷങ്ങൾ കൂടെ കാത്തിരിക്കാൻ പറയുകയാണ്. ഇനിയും എത്ര വർഷം കാത്തിരിക്കണം? 2 കൊല്ലം, 4 കൊല്ലം, 6 കൊല്ലം, 8 കൊല്ലം? ഇന്ത്യൻ വനിതകളോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഈ ബില്ല് എത്രയും പെട്ടെന്ന് പാസ്സാക്കി നടപ്പാക്കണം എന്നാണ്. പക്ഷെ ഇതോടൊപ്പം തന്നെ ജാതി സെൻസസും നടപ്പാക്കി പട്ടികജാതി, പട്ടികവർഗ, OBC വനിതകളുടെ സംവരണം കൂടി ഉറപ്പാക്കണം. സർക്കാരിന് ഇത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അവരത് നടപ്പാക്കുക തന്നെ ചെയ്യണം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സ്ത്രീകളുടെ സംഭാവനകളെ സ്വീകരിക്കാനും അതിനോട് നന്ദി പ്രകടിപ്പിക്കാനുമുള്ള ഏറ്റവും നല്ലൊരു അവസരമാണിത്. ഈ ബില്ല് നടപ്പാക്കാൻ ഇനിയും വൈകിക്കുന്നത് ഇന്ത്യൻ സ്ത്രീകളോടുള്ള കടുത്ത അനീതിയായിരിക്കും.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഞാൻ സർക്കാരിനോട് നാരീശക്തി വന്ദൻ ബില്ല് 2023 അതിന്റെ വഴിയിലെ എല്ലാ തടസ്സവും ഒഴിവാക്കി എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ചെയ്യുന്നത് അത്യാവശ്യമാണെന്ന് മാത്രമല്ല നമ്മുടെ അഭിമാനം കൂടിയാണ്. श्रीमती सोनिया गांधी जी. अध्यक्ष महोदय, आपने मुझे बोलने का इजाज़त दिया, मैं आपकी आभारी हूँ. भारतीय राष्ट्रीय कांग्रेस की तरफ मैं नारी शक्ति बंधन अधिनियम 2023 के समर्थन में खड़ी हुई हूँ. धुएं से बड़ी हुई रसोई से लेकर रोशनी से जगमगाती हुई स्टेडियम तक भारत की स्त्री का सफर बहुत लंबा है, लेकिन आखिरकार उसने मंजिल को छू लिया है. उसने जन्म दिया, उसने परिवार चलाया, उसने पुरुषों के बीच तेज दौड़ लगाई और असीम धीरज के साथ अक्सर खुद को हारते हुए लेकिन आखिरी बाजी में जीतते हुए देखा. भारत की स्त्री के हृदय में महासागर जैसा धीरज है. उसने खुद के साथ हुई बेईमानी की शिकायत नहीं की और सिर्फ अपने फायदे के बारे में कभी नहीं सोचा. उसने नदियों की तरह सबकी भलाई के लिए काम किया है और मुश्किल वक्त में हिमालय की तरह अडिग रही. स्त्री के धैर्य का अंदाज लगाना नामुमकिन है. वह आराम को नहीं पहचानती और तक जाना भी नहीं जानती. हमारे महान देश की माँ है स्त्री, लेकिन स्त्री ने हमें सिर्फ जन्म ही नहीं दिया है, अपने आंसुओं खून पसीने सींचकर हमें अपने बारे में सोचने लायक, बुद्धिमान और शक्तिशाली भी बनाया है. अध्यक्ष महोदय, स्त्री का मेहनत, स्त्री का गरिमा और स्त्री के त्याग की पहचान करके ही हम लोग मनुष्यता की परीक्षा में पास हो सकते हैं. आज़ादी की लड़ाई और नए भारत के निर्माण के हर मोर्चे पर स्त्री पुरुष के साथ कंधे से कंधा मिलाकर लड़ी है. वह उम्मीदों, आकांक्षाओं, तकलीफों और घर गृहस्थी के बोझ के नीचे नहीं दबी. सरोजिनी नायडू, सुचेता कृपलानी, अरुणा असफ अली, विजयलक्ष्मी पंडित, राजकुमारी अमृत कौर और उनके साथ तमाम लाखों महिलाएं से लेकर आज की तारीख तक स्त्री ने कठिन समय में हर बार महात्मा गांधी, पंडित जवाहरलाल नेहरू, सरदार पटेल, बाबा साहब अम्बेडकर और मौलाना आज़ाद के सपनों को जमीन पर उतारकर दिखाया है. इंदिरा गांधी जी का व्यक्तित्व इस सिलसिले में एक बहुत ही रोशन और जिंदा मिसाल है. अध्यक्ष महोदय, खुद मेरी जिंदगी का यह बहुत मार्मिक क्षण है. पहली दफा स्थानीय निकायों में स्त्री की भागीदारी तय करने वाला संविधान संशोधन मेरे जीवन साथी राजीव गांधी जी ही लाए थे. उन्होंने लाए थे, जो राज्यसभा में
7 वोटों से गिर गया था। बाद में प्रधानमंत्री पीवी नरसिम्हा राव जी के नेतृत्व में कांग्रेस सरकार ने ही उसे पारित कराया। आज उसी का नतीजा है कि देश भर के स्थानीय निकायों के जरिए हमारे पास 15 लाख चुनी हुई महिला नेता है। राजीव गांधी जी का सपना अभी तक आधा ही पूरा हुआ है। इस बिल के पारित होने के साथ ही वह पूरा होगा। अध्यक्ष महोदय, कांग्रेस पार्टी इस बिल का समर्थन करती है। हमें इस बिल के पास होने से खुशी है, मगर इसके साथ साथ एक चिंता भी है। मैं एक सवाल पूछना चाहती हूँ। पिछले 13 वर्षों से भारतीय स्त्रियां अपनी राजनीतिक जिम्मेदारी का इंतजार कर रही हैं और अब उन्हें कुछ वर्ष और इंतजार करने के लिए कहा जा रहा है। कितने वर्ष? 2 वर्ष, 4 वर्ष, 6 वर्ष, 8 वर्ष? क्या भारत की स्त्रियों के साथ बर्ताव उचित है? भारतीय राष्ट्रीय कांग्रेस की मांग है कि यह बिल फौरन अमल में लाया जाए, लेकिन इसके साथ ही कास्ट सेंसस कराकर शेड्यूल ट्राइब, ओबीसीज की महिलाओं के आरक्षण की व्यवस्था की गई। सरकार को इसे साकार करने के लिए भी जो कदम उठाने की जरूरत है वह उठाने ही चाहिए। अध्यक्ष महोदय, स्त्रियों के योगदान की स्वीकार करने और उसके प्रति आभार व्यक्त करना का यह सबसे उचित समय। इस बिल को लागू करने में और देरी करना भारत की स्त्रियों के साथ घोर नाइंसाफी है। भारतीय राष्ट्रीय कांग्रेस की तरफ से मैं आपके द्वारा सरकार से मांग करती हूं कि नारी शक्ति बंधन अधिनियम 2023 को उसके रास्ते की सारी रुकावटों को दूर करते हुए जल्दी से जल्दी लागू किया जाए। ऐसा करना न सिर्फ जरूरी है बल्कि संभव भी है। धन्यवाद।